വിവോ വി സീരീസിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് വിവോ V60. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഫോൺ റിസീവ് ആയത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് ഫോൺ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ബാക്ക് കവർ, 90 വാട്ട്സിന്റെ ഒരു ചാർജർ, പിന്നെ കുറെ ഡോക്യുമെന്റേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വന്നിട്ടുള്ളത്. ഫോണിന്റെ ഡിസൈൻ കൊള്ളാം. കർവ്ഡ് ബാക്ക് പാനലാണ് വന്നിട്ടുള്ളത്. കോഡ് കർവ്ഡ് ബാക്ക് പാനലാണ്, അതായത് 4 സൈഡും ചെറിയ ഒരു വളവ് ഇതിന് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലും അതേപോലെ ഡിസ്പ്ലേയിലും ആ ഒരു കർവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ഇരിക്കുന്നത് മിസ്റ്റി ഗ്രേ കളറാണ്. ഇതിന്റെ 2 കളർ വേരിയന്റിലൂടെ വരുന്നുണ്ട്. പക്ഷേ ഈ മിസ്റ്റി ഗ്രേ കളറിന്റെ ബാക്ക് പാനൽ വരുന്നത് പോളികാർബണേറ്റ് ആണ്. മറ്റ് 2 കളർ വേരിയന്റിലും ഗ്ലാസ് ആണ് ബാക്കിൽ വരുന്നത്. ഇതിന്റെ ഫ്രെയിമും പോളികാർബണേറ്റ് പ്ലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത്. 6500 mAh ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി. 200 gram ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 7.3 mm തിക്നെസ് മാത്രമേ ഈ ഒരു ഫോണിനുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. IP68 IP69 വാട്ടർ പ്രൂഫ് സർട്ടിഫിക്കേഷനും ഈ ഫോണിൽ വരുന്നുണ്ട്. ഒപ്പം ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ ഒന്ന് പരിശോധിക്കാം. മെയിൻ ക്യാമറ വരുന്നത് 50 മെഗാപിക്സൽ ആണ്. OIS ഇതിൽ വരുന്നുണ്ട്. സെക്കൻഡ് ക്യാമറ 50 MP 3x ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. തേർഡ് ക്യാമറ അൾട്രാ വൈഡ് ക്യാമറയാണ്, 8 മെഗാപിക്സലിന്റെ ആണ് വരുന്നത്. സെൽഫി ക്യാമറയും 50 മെഗാപിക്സലിന്റെ ആണ്. മെയിൻ ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത ഫോട്ടോസ് ആണ് കാണുന്നത്. വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയിലുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് മെയിൻ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. അൾട്രാ വൈഡ് ക്യാമറ ലോ ലൈറ്റിൽ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തരുന്നില്ല. 8 മെഗാപിക്സലിന്റെ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പോർട്രേറ്റ് ഇമേജുകളുടെ കാര്യത്തിൽ വിവോ ഫോണുകൾ ഒട്ടും പിറകിലല്ല. നല്ല ക്വാളിറ്റിയിലുള്ള പോർട്രേറ്റ് ഇമേജുകൾ ഈ ഒരു ഫോണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് സാമ്പിൾ ഫോട്ടോസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ സെൽഫി ക്യാമറയിൽ നല്ല ക്വാളിറ്റി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് സാമ്പിൾസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ക്യാമറയിലേക്ക് വരുമ്പോൾ 4K നമുക്ക് മാക്സിമം 30 FPS വരെ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി 1080p ആണെന്നുണ്ടെങ്കിൽ 60 FPS ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ ക്വാളിറ്റി നോർമൽ ക്വാളിറ്റിയാണ്. സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സെൽഫി ക്യാമറയിൽ 1080p വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്യാം. 4K ആണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസേഷൻ സെൽഫി ക്യാമറയിൽ കിട്ടത്തില്ല. ഇതിന്റെ ഡിസ്പ്ലേ 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. കോഡ് കർവ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. കർവ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഒത്തിരി വളഞ്ഞ് സൈഡിലോട്ട് ഇരിക്കുന്ന ആ ഒരു ടൈപ്പ് ഡിസ്പ്ലേ അല്ല, ചെറിയ ഒരു കർവ് 4 സൈഡിലും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. എനിക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഫോണുകളാണ് കൂടുതൽ താല്പര്യം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഉണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 5000 nits ആണ്. അതായത് നല്ല ബ്രൈറ്റ്നസ് കിട്ടും. നമ്മൾ ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. HDR സപ്പോർട്ടഡ് ആണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും. യെസ്, ഇതിൽ HDR സപ്പോർട്ടഡ് ആണ്. യൂട്യൂബ് കണ്ടന്റും അതേപോലെ നെറ്റ്ഫ്ലിക്സിലും ഒക്കെ HDR കണ്ടന്റുകൾ വാച്ച് ചെയ്യാനായിട്ട് പറ്റും. പെർഫോമൻസ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രോസസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4nm പ്രോസസർ ആണ്. വലിയ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസർ ആണ്. റാം ലഭിക്കുന്നത് LPDDR4X ആണ്. സ്റ്റോറേജ് വരുന്നത് UFS 2.2 ആണ്. വലിയ രീതിയിലുള്ള ഒരു പ്രൈസ് കട്ടിങ് ഈ ഒരു സെഗ്മെന്റിൽ ബ്രാൻഡ് നടത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 2.2 UFS സ്റ്റോറേജ് അല്ലായിരുന്നു കൊടുക്കേണ്ടത്. എന്തായാലും ഈ ഫോണിൽ ആ ഒരു സ്റ്റോറേജ് ആണ് വരുന്നത്. AnTuTu സ്കോർ വരുന്നത് 1 മില്യന്റെ ഏകദേശം അടുത്ത് വരുന്നുണ്ട്. നിങ്ങളൊരു ലൈറ്റ് ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഓക്കെ ആണ്. നിങ്ങളൊരു ഹെവി ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ്രോയിഡ് വരുന്നത് 15 ആണ്. ഫണ്ടഡ് ചോയ്സും 15 ആണ് ഇതിൽ വരുന്നത്. ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഇയറിന്റെ OS അപ്ഡേറ്റ് ബ്രാൻഡ് പറയുന്നുണ്ട്. അതേപോലെ 6 ഇയറിന്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. പിന്നെ ഞാൻ ഈ ഫോണിൽ നോട്ട് ചെയ്ത മറ്റൊരു കാര്യം, ഇതിലധികം ബ്ലോട്ട്വെയർ ആപ്സ് വന്നിട്ടില്ല. ചിലതൊക്കെ നമുക്ക് ആവശ്യമുള്ള ആപ്സ് ആണ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലാത്തതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ബ്ലോട്ട്വെയർ വളരെ വളരെ കുറവാണ്. വളരെ ചുരുക്കം ആപ്സ് മാത്രമേ ഇതിൽ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഗൂഗിളിന്റെ ആവശ്യമുള്ള ആപ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിലും ഇഷ്ടംപോലെ AI ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. AI ഫീച്ചേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ലഭിക്കുന്ന AI ഫീച്ചേഴ്സ് എന്നുള്ളത്. ഇതിലെ ഡയൽ പാഡും വിവോയുടെ തന്നെയാണ് വരുന്നത്. നമുക്ക് കോൾ റെക്കോർഡിംഗ്സ് ഒന്നും അനൗൺസ്മെന്റ് ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റും. കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 5G ഫോണാണ്. എത്ര ബാൻഡ് കിട്ടും എന്നുള്ളത് ഞാൻ ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ ഉണ്ട്, NFC സപ്പോർട്ടഡ് ആണ്. ബാക്കി കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം 2 ഫിസിക്കൽ സിം ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ പ്രൈസിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8GB 128GB വേരിയന്റിന് 36,999 രൂപയാണ് ഇപ്പം മാർക്കറ്റ് പ്രൈസ്. ഒരു പക്ഷേ ഇനിയും വരാൻ പോകുന്ന സെയിൽ ടൈമിലൊക്കെ ഇത് കുറച്ചുകൂടി വിലക്കുറവിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ദിവസം ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ചുകൂടി
കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് അറിയിക്കുക. ഇനി നമ്മുടെ റിവ്യൂ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഫോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ കാര്യം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്ന റിവ്യൂ വീഡിയോയിൽ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. വിവോ V50യുടെയും V60യുടെയും സ്പെക്സ് ഞാൻ സൈഡ് ബൈ സൈഡ് ആയിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾ വിവോ V50 ആണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്പെക്സ് നോക്കിയതിന് ശേഷം വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് അതിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയോട് നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.